ഇപ്പൊ കല്യാണം കഴിഞ്ഞ് കുറച്ചും കൂടെ കഴിയുമ്പോൾ പെണ്ണുങ്ങൾക്കൊക്കെ ഒരു തോന്നലാണ്, അതൊക്കെ തലാഖല്ലേ അല്ല ചെക്കൻ്റെ നിന്ന് ഹുല്ലു വാങ്ങിയിട്ട് ഇനി ഒറ്റയ്ക്ക് താമസിക്കാം. കാരണം സോഷ്യൽ മീഡിയയിൽ മുഴുവനും അങ്ങനെ ജീവിക്കുന്നതാകുന്ന കുറേ സ്ത്രീകൾ ഇറങ്ങിയിട്ടുണ്ട്, ലിബറലിസത്തിന്റെ ആളുകൾ. അവരെയാണ് പിൻപറ്റുന്നത് ഇന്നത്തെ പുതിയ തലമുറ. കല്യാണമൊക്കെ ഒരു തമാശയാക്കാണ്. വാപ്പായും ഉമ്മയും കഷ്ടപ്പെട്ട് നല്ലൊരു കല്യാണാലോചന കൊണ്ടുവന്ന് ആ ആലോചന എല്ലാം റെഡിയാക്കി സെറ്റാക്കി വിവാഹമൊക്കെ കഴിച്ചു കൊടുത്ത് ഒരാഴ്ച കഴിഞ്ഞില്ല, അപ്പോഴേ പെണ്ണ് പറയുന്നു സുഖമില്ല, റാഹത്തില്ല, ഇത് ഒഴിവാക്കി വാപ്പ, നമുക്ക് അടുത്ത് നോക്കാം, റാഹത്തില്ല. ഇതാണ് നമ്മുടെ ആൾക്കാരുടെ അവസ്ഥ. നിസ്സാരാക്കാണ്, കല്യാണത്തെ നിസ്സാരവൽക്കരിക്കുക, എന്നിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുക എന്നുള്ളൊരു താല്പര്യം. രണ്ടാമത് വിവാഹം താല്പര്യമുള്ളവരല്ല, ഒറ്റയ്ക്ക് ജീവിക്കുക എന്നുള്ളൊരു താല്പര്യം ഇപ്പോഴത്തെ പുതിയ ട്രെൻഡാണ്. ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്കൊക്കെ അങ്ങനത്തെ ഒരു സ്റ്റൈലായി മാറി. എന്താണ് കാട്ടിക്കൂട്ടുന്നത്? അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അപ്പൊ ചിലർ പറയാം, വാപ്പാടും ഉമ്മാടും കാലം കഴിഞ്ഞ് നീ എങ്ങനെ ജീവിക്കാം? അതൊക്കെ ചെറിയൊരു വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഓൺലൈൻ ബിസിനസ് തുടങ്ങി. ഇതൊക്കെയാണ് നമ്മുടെ കൗമ്. അങ്ങനെ ആയിപ്പോയി. ചിന്തിക്കുന്നില്ല, പരലോകത്തെ പറ്റി ചിന്തിക്കുന്നില്ല. ഇതൊരു നിസ്സാര കാര്യമല്ല. നിക്കാഹ് നിസ്സാരമല്ല, വളരെ ഗൗരവമുള്ള കാര്യമാണ്. ത്വലാഖ് നിസ്സാരമല്ല, വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഇന്ന് ചില സ്ത്രീകളൊക്കെ ഹുൽഇന് ആവശ്യപ്പെടും ഭർത്താവിനോട്. അതിനുവേണ്ടി മഹലിലേക്ക് ഒരു കത്ത് കൊടുക്കും, ചെക്കന്റെ കയ്യിലേക്ക് ഒരു കത്ത് കൊടുക്കും. ഈ കത്ത് കിട്ടിയതിന്റെ പിറ്റേ ദിവസം തന്നെ ഇവിടെ ഇരിക്കാൻ തുടങ്ങും. ആ കത്ത് സ്വീകരിച്ച് അദ്ദേഹം ഹുല്ലാക്കണം, ഒഴിവാക്കി കൊടുക്കണം. ചെക്കൻ ഒഴിവാക്കാതെ ഇവിടെ ഇതാരംഭിക്കൂല. കത്ത് കൊടുത്തു എന്ന കാരണം കൊണ്ട് തന്നെ ഇവിടെ എന്താണ്, ഏതെങ്കിലും വക്കീൽ മുഖേന കത്തം കൊണ്ട് കൊടുത്തു, പിറ്റേ ദിവസം മുതൽ ഇരിക്കുകയാണ്. ഇദ്ദയുടെ കാലാവധി കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ അവള് കല്യാണം കഴിക്കുകയാണ്. ഒന്നും ഇസ്ലാമിൽ പാടില്ല. ഓൾറെഡി നിങ്ങൾ ഹുൽആയില്ല, ഒഴിവാക്കി തരണം ഭർത്താവ്. ഒഴിവാക്കാതെ എങ്ങനെ പറ്റും? മസാല ശ്രദ്ധിക്കണ്ടേ, വെറുതെ തോന്നിയ പോലെ കാണിക്കണം. ഇപ്പൊ ചിലയിടത്തൊക്കെ ഒരു പരിപാടിയുണ്ട്, ഭർത്താവ് മരിച്ചു കഴിഞ്ഞാലും അതുപോലെ ഈ തലാഖിൽപ്പെട്ട പെണ്ണിന്റെ ഒക്കെ മൊത്തത്തിൽ ഇതാ 40 ദിവസം കഴിഞ്ഞവരുണ്ട്. അങ്ങനെയുണ്ട്. 40 ദിവസം കഴിഞ്ഞപ്പോ ചാടി ഇറങ്ങി. അങ്ങനെ ചിലർ മനസ്സിലാക്കുന്നുണ്ട്. ഭർത്താവ് മരിച്ച ഭാര്യയാണെങ്കിൽ എത്ര ദിവസമാണ്? 4 മാസം 10 ദിവസം ഇദ്ദയുടെ കാലാവധി. തലാഖിൽപ്പെട്ടവളാണെങ്കിലോ 3 ശുദ്ധി. എല്ലാവർക്കും അറിയാം, മസല പഠിച്ചിട്ടുണ്ട്. പക്ഷേ 40 ദിവസം കഴിയുമ്പോഴത്തേക്കും അതൊക്കെ ഇറങ്ങുകയാണ്. എനിക്ക് വയ്യെന്ന്. വാജിബാണത്, നിർബന്ധമാണത്. അത് ഇരുന്നില്ലെങ്കിൽ അവൾക്ക് അവളുടെ മേലെ ശിക്ഷയുള്ള കേസാണ്, നിസ്സാര വിഷയമല്ല. ഓ ഇനിയിപ്പോ അങ്ങേരെന്തായാലും പോയി, ഇനിയിപ്പോ ഞാൻ വെറുതെ ഇതിനകത്തിരുന്നിട്ട് 40 ദിവസം കഴിയുമ്പോ ഇറങ്ങി. നമ്മുടെ കൗമിൽ ധാരാളം, ഞാൻ വെറുതെ പറയല്ലേ, ഇഷ്ടംപോലെ ഉണ്ടങ്ങനെ. ചിലപ്പോ നമ്മുടെ ജില്ലയിൽ ഇല്ലെന്നുള്ളൂ, മിക്ക ജില്ലകളിലുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അള്ളാഹു നമ്മളൊക്കെ ആക്കട്ടെ. 40 അങ്ങനെ ഒരു ചാലീസിന്റെ പരിപാടി ഇതിലില്ല. അപ്പോസ് ജമാഅത്ത് എന്നൊക്കെ കേട്ടിട്ടുണ്ട്, ആരൊക്കെയോ പറയുന്നു. ഞാൻ അതിൽ നിന്ന് കയറി വന്നതാണോ എന്നറിഞ്ഞില്ല ഇത്. അള്ളാഹു നമ്മളൊക്കെ ആക്കുമാറാവട്ടെ. അപ്പോസം കഴിയുമ്പോ ഇറങ്ങുകയാണ് താത്ത. ഞാൻ പറയുന്നത്, ഇങ്ങനെയൊക്കെ കുടുംബജീവിതത്തെ താറുമാറാക്കി കൊണ്ടു നടക്കുന്നവർ മഹ്ശറയിൽ വല്ലാതെ വിലപിക്കും. അവിടെയാണല്ലോ ഇതെല്ലാം കേസുകൾ അവിടെയാണ് ഫയൽ ചെയ്യുന്നത്. ഇവിടെ ദുന്യാവ് നിനക്ക് റായത്താണ്, കുറഞ്ഞ കാലഘട്ട ജീവിതം, 10-40 വർഷമേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ അടിച്ച് പൊളിച്ച് ചിലപ്പോൾ സ്വന്തം കാലിൽ നിൽക്കും. പ്രത്യേകിച്ച് കണ്ണൂരുകാരാകുമ്പോൾ പിന്നെ വാപ്പാടെ തണ്ണിൽ തന്നെയാണല്ലോ റാഹത്തായിട്ട് നല്ല റൂമുണ്ട്, സെറ്റായി നല്ല മട്ടനും കൂട്ടനും ഒക്കെ അടിച്ച് സെറ്റായിട്ട് റാഹത്തായിട്ട് കിടക്കാം. വാപ്പാടെ തണലുണ്ട്, സുഖമായിട്ടൊക്കെ ജീവിക്കാം. ഭർത്താവിനെ ഇടങ്ങേറാക്കിയാലൊന്നും കുഴപ്പമൊന്നുമില്ല. വാപ്പ അല്പം സ്വല്പമൊക്കെ ഇച്ചിരി കച്ചുള്ളവനാണെങ്കിൽ അതൊക്കെ പറ്റി ജീവിച്ച് ഇവിടെ ദുന്യാവിൽ അങ്ങനെ നിന്റെ അറ ഉള്ളതോടത്തോളം കാലം അതിനകത്തിരിക്കാം. ദുന്യാവൊക്കെ നാളെ മഹ്ശറിലോട്ട് ചെല്ലുമ്പോൾ ഇതിനൊക്കെ ഹിസാബ് ഇടപെടും. ആവശ്യമില്ലാത്ത വിഷയത്തിൽ കുടുംബജീവിതം താറുമാറാക്കി മക്കളെ പ്രയാസപ്പെടുത്തി കുടുംബജീവിതം ഒഴിവാക്കിയൊക്കെ ജീവിക്കുന്നതിൻ്റെ ഇടി നാളെ കിട്ടും. സഹോദരിമാരെ, സഹോദരങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം, ആരുടെയും കുടുംബജീവിതം അത്ര സന്തോഷമൊന്നുമില്ല. എല്ലാവരുടെയും ജീവിതത്തിൽ പ്രയാസമുണ്ട്. ജീവിതത്തിൽ പ്രയാസമില്ലാത്ത ഒരു കുടുംബജീവിതം ആരും നയിച്ചിട്ടില്ല. എല്ലാവരും ദ്വാരക്കല്ല അലി റളിയല്ലാഹുവിന്റെ ഫാത്തിമാവിയുടെയും ജീവിതം പോലെ എന്ന് പറഞ്ഞു. ഭയങ്കര ജീവിതമല്ലേ, പിണക്കം ഇഷ്ടം പോലെ ഉണ്ടായിട്ടില്ലേ? പക്ഷെ ആ പിണക്കങ്ങളൊക്കെ അവർ മാറ്റിയെടുക്കാൻ അവര് തയ്യാറായി. വളരെ മനോഹരമായി ജീവിതം നയിക്കാൻ അവര് തയ്യാറായി. നമ്മളും അങ്ങനെ കഴിയണം. പിണക്കമില്ലാത്തതാകുന്ന കുടുംബജീവിതം ഇല്ല. ഈ സിനിമയിലും സീരിയലിലും ഒക്കെ കാണുന്നതല്ല യഥാർത്ഥ ജീവിതം. അങ്ങനെയാണെങ്കിൽ അഭിനയിക്കുന്ന ആ നടീനടന്മാർ, കേരളത്തിൽ 50ഓളം നടീനടന്മാർ വിവാഹമോചിതരാണ്. അറിയോ നിങ്ങൾക്ക്? കേരളത്തിലെ 50ഓളം നടീനടന്മാർ വിവാഹ ജീവിതം മോചിപ്പിച്ച് കഴിയുന്ന ആളുകൾ 50ഓളം പേരുണ്ട്. യൂട്യൂബിൽ അങ്ങനെ തന്നെ അടിച്ചു നോക്കിയാൽ അങ്ങനെ തന്നെ കാണാം. വെറുതെ പറയല്ല, യൂട്യൂബിൽ നിങ്ങൾ അങ്ങനെ തന്നെ സെർച്ച് ചെയ്ത് നോക്കി. കേരളത്തിലുള്ളതാകുന്ന 50ഓളം നടീനടന്മാര് വിവാഹമോചനം നടത്തിയിട്ടുള്ള ആളുകളാണ്. കേരളത്തിലെ, പുറത്തെന്ന് പറയണ്ട, നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളതാണ്. അവരെയാണല്ലോ ഇപ്പൊ നിങ്ങൾ വലിയ റോൾ മോഡലായിട്ട് അവരെയാണല്ലോ പിൻപറ്റിക്കൊണ്ട് നിൽക്കുന്നത്. അവരുടെ സിനിമ കാണാനും അവരുടെ കൊടി പിടിക്കാനുമാണല്ലോ വലിയ താല്പര്യം.
അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. എന്നാ മനസ്സിലായിക്കോ, അവരൊക്കെ കൂടുതൽ അഭിനയിച്ചുകൊണ്ട് പോവാണ്, ബാക്കിയുള്ളവരൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. ഇനി അതും കൂടി പോകണ്ടെന്ന് കരുതിയിട്ട് അവർ തൽക്കാലം എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാ. അപ്പൊ ജീവിതം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു പ്രയാസമാണ്. ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും, പ്രയാസങ്ങളുണ്ടാവും. അത് വളരെ സന്തോഷകരമായി മുന്നേറാൻ കഴിയണമെങ്കിൽ നമ്മൾ ദീന് കൂടി ഒന്ന് മുറുകെ പിടിക്കണം. ദീനില്ലാതെ പോയാൽ അള്ളാഹു എല്ലാ ചങ്ങലയും പൊട്ടിച്ചു കളയും. ദീനില്ലാതാകുന്നതാണ് അതിൻ്റെയൊക്കെ മർമ്മപ്രധാനം. നിസ്കാരവും ഖുർആനും ദിക്റും ഔറാദും കാര്യങ്ങളും ഒക്കെ വളരെ ശ്രദ്ധിച്ച് ദീനപരമായി ജീവിതം നയിച്ചാൽ അള്ളാഹു ആ ബന്ധം ശാക്തീകരിക്കും, അത് ദൃഢപ്പെടുത്തും. നിസ്കാരവും ഔറാദും ദിക്റും ഒന്നും ഇല്ലാതായി കഴിഞ്ഞാൽ ആ ബന്ധം പതുക്കെ 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 ഓട്ടോമാറ്റിക്കായിട്ട് നഷ്ടപ്പെട്ടു പോകും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കും. മഗ്‌രിബിന്റെ സമയത്ത് ഒരുമിച്ചിരുന്ന് ദിക്ർ ചൊല്ലിയേക്ക്, ആ ബന്ധം ദൃഢമാവും. മഗ്‌രിബ് ഇശായിനിടയിൽ ഉമ്മായും വാപ്പായും ഒക്കെ മുസാഫ് എടുത്തിട്ട് യാസീനും സൂറത്തുൽ മുൽക്കും സൂറത്തുൽ വാഖിയും ഓത്. മക്കളോട് പറയേണ്ട കാര്യമില്ല, മക്കൾ ഓട്ടോമാറ്റിക്കായിട്ട് മുസാഫ് എടുക്കും. നിങ്ങൾ മൊബൈൽ എടുക്കുന്നതുകൊണ്ടാണ് അവർ മൊബൈൽ എടുക്കുന്നത്. നിങ്ങൾ ഖുർആൻ എടുത്താൽ അവർ ഖുർആൻ എടുക്കും. ആധുനിക ശാസ്ത്രം പറയുന്നതിൽ ഏറ്റവും കൂടുതൽ പറച്ചിലേക്കാണ് എഫക്റ്റാണ് ചെയ്ത് കാണിക്കുന്നത്. നമ്മൾ മക്കളോട് കൂടുതൽ പറയണ്ട, നമ്മൾ ചുമ്മാ ചെയ്യുന്നത് കണ്ട മക്കൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിനെ ഇങ്ങനെ പിൻപറ്റും. നമ്മൾ പറയുന്നതൊന്ന് ചെയ്യുന്നത് വേറൊന്ന്, അങ്ങനെ ആവുമ്പോഴാണ് വിഷയം. അള്ളാഹു നമ്മളൊക്കെ ആക്കുമാറാവട്ടെ. ഞാൻ നിർത്തുന്നു, ദീർഘിപ്പിക്കുന്നില്ല. ഈ ആയത്ത് ഓതിയത് വെച്ചത് മാത്രം പൂർത്തീകരിക്കാം. നാളെ മഹ്ശറയിലേക്ക് എത്തിയിട്ട് ആളുകൾ വിലപിക്കും, തെമ്മാടികളായ ആളുകൾ. ഈ ദുനിയാവിൽ എല്ലാ നീചവൃത്തികളും ചെയ്തതാകുന്ന മനുഷ്യൻ, മാനവൻ മഹ്ശറയിൽ വെച്ചുകൊണ്ട് കത്തിച്ചിരിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തി കത്തിയാളുന്ന നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് വിചാരണ ചെയ്യുമ്പോൾ നരകത്തിന്റെ തീജ്വാലകൾ കാണുന്ന അവസരത്തിൽ പേടിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പറയും, യവദ്ദുൽ മുജ്രിമു, ഓരോ തെമ്മാടികളാകുന്ന റൗഡികളായി ദുനിയാവിൽ ജീവിച്ച മനുഷ്യരും അന്ന് കൊതിക്കും. അള്ളാഹ് പറയാ നാളെ മഹ്ശറയിൽ ഇതുണ്ടാവും. എന്താവും പറയുന്നത്? ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനി. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട മകനെ നിനക്ക് ഞാൻ പകരം നൽകാം. ഈ കത്തിച്ചൊലിക്കുന്ന നരകത്തെ തൊട്ട് എന്നെ നീ സംരക്ഷിക്കണേ അല്ലാ. നരകത്തിന്റെ തീജ്വാലകൾ ആളിപ്പടരുന്നത് കാണുമ്പോ പേടിച്ചുകൊണ്ട് ഭയചകിതനായി വിറച്ചുകൊണ്ട് ഇതാ വാപ്പ വിളിച്ചു പറയുകയാണ്, അല്ലാ, എന്റെ മകനെ നിനക്ക് ഞാൻ നൽകാം, എന്നെ ഈ നരകത്തെ തൊട്ട് കാക്കണേ അല്ലാ. തീർന്നില്ല. വസാഹിബതിഹി വഅഖീ, എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കൂടപ്പിറപ്പിനെ നിനക്ക് ഞാൻ നൽകാം. ഇന്നലെ വരെ എന്നോടൊപ്പം ചുംബനം നൽകിക്കൊണ്ട് കടന്നതായ എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ നരകത്തിൽ വലിച്ചെറിയാൻ നൽകാൻ ഞാൻ റെഡിയാണ് അല്ലാ. ദുനിയാവിൽ ഭാര്യയ്ക്ക് വേണ്ടി കിഡ്നി കൊടുത്തവനാണ്, അവളുടെ കിഡ്നി സ്വീകരിച്ചവനാണ്, വലിയ സ്നേഹബന്ധം വെച്ചവനാണ്, രക്തം പരസ്പരം കൊടുത്തവനാണ്. എന്നാൽ ഇതാ ആഖിറത്തിൽ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് എത്തുമ്പോ നരകത്തെ നേർക്ക് നേരെ കാണുകയാണ്, അദാബുകൾ നേർക്ക് നേരെ കാണുമ്പോ ഇവന് വിലപിച്ചുകൊണ്ട് പറയുകയാണ്, അല്ലാ, ഈ നരകത്തിലേക്ക് എന്നെ നീ ഇടരുത് അല്ലാ. എന്റെ ഭാര്യയെ നരകത്തിന്റെ അവകാശിയാക്കിക്കോ അല്ലാ. വാഖീ, എന്റെ പ്രിയപ്പെട്ട സഹോദരനെ, എന്റെ കൂടപ്പിറപ്പിനെ നിനക്ക് ഞാൻ നൽകാം അല്ലാ. എന്നാലും എന്നെ നീ നരകത്തിലേക്ക് വലിച്ചെറിയരുത് അല്ലാ. വമൻ ഫിൽ അർളി ജമീഅ ثم ينجي, എന്റെ ഭാര്യയെ നൽകാം, എന്റെ സഹോദരനെ നൽകാം, എന്റെ മാതാപിതാക്കളെ നൽകാം, എന്റെ ജീവന്റെ ജീവനാകുന്ന പ്രിയപ്പെട്ട മക്കളെ നിനക്ക് ഞാൻ നൽകാമല്ലാ. ഈ ലോകത്ത് ആരെ വേണമെങ്കിലും പറഞ്ഞാലും, ലോകത്താരെ നീ ചൂണ്ടിയാലും അവരെ എനിക്ക് പകരമായി നരകത്തിൽ പകരം നൽകാം അല്ലാ. എന്നെയൊന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പറയുമ്പോ അല്ലാഹു മലക്കുകൾ മുഖേന പറയുകയാണ്, കല്ലാ ഇന്നഹാ ലവാ, വേണ്ടടാ, അക്കാണ
കാണുന്നത് ലള എന്ന് പറയുന്ന നരകമാണ്. ആ നരകത്തിലേക്കാണ് നിന്നെ പ്രവേശിക്കപ്പെടുന്നത്. അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. 60-70 വയസ്സ് വരെ ജീവിച്ചവനല്ലേ ഒരുപാട് വായിലീങ്ങൾ വന്ന് നിങ്ങളുടെ നാട്ടിൽ വന്നുകൊണ്ട് മതപ്രസംഗം നടത്തിയതല്ലേ? ആ വാതുകൾ ഒരു കാതിലൂടെ കേട്ടുകൊണ്ട് മറുകാതിലൂടെ കടത്തിവിട്ട് ദീനിനെ കളവാക്കി കഴിഞ്ഞവരല്ലേ? ഒരുപാട് വർഷക്കാലം ജീവിക്കുകയും ഒരുപാട് പ്രവാചകരെ നിങ്ങൾക്ക് മുന്നറിയിപ്പാരായി നിങ്ങളുടെ നാട്ടിലേക്ക് പറഞ്ഞേക്കുകയും ചെയ്തിട്ടില്ലേ? എന്നിട്ട് പോലും നിങ്ങൾ എന്തുകൊണ്ട് അനുസരിച്ചിട്ടില്ല? അതുകൊണ്ട് ഇനി നിങ്ങൾ കരഞ്ഞിട്ട് കാര്യമില്ല. ഇത് പരലോകമാണ്, പരലോകമാണ്. ദുനിയാവിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മാറി ചിന്തിക്കാനുള്ള, തൗബ ചെയ്യാനുള്ള അവസരമുണ്ടായിരുന്നു. ആ അവസരങ്ങളെ കളഞ്ഞവരല്ലേ? കല്ലാ, വേണ്ടടാ, വേണ്ടടാ, ഇനി നിന്റെ അടവൊന്നും എന്നോട് വേണ്ട. ആ കാണുന്നത് ലള എന്ന നരകമാണ്, നിനക്കുള്ളതാകുന്ന നരകമാണത്. നസാഅതൽ ലിശവാ തദ്ഉ മൻ അദ്ബറ വതവല്ലാ. ലള എന്ന് പറയുന്ന നരകത്തിന്റെ തീജ്വാലകൾ പുറത്തേക്ക് തെറിക്കുന്നത് കണ്ട് ഓടി മാറുന്നതാകുന്ന മനുഷ്യന്റെ മൂർധാവിലേക്ക് തീ ചെന്ന് പിടിക്കുകയാണ്. അവന്റെ തലയെ ചുട്ടെടുക്കുന്നതാണ്, കരിച്ചെടുക്കുന്നതാണെന്ന് വിശുദ്ധമായ ഖുർആൻ. രാത്രി സമയങ്ങളിൽ അറേബ്യൻ ഫുഡുകൾ തേടിക്കൊണ്ട് നടങ്ങുന്നതായ പ്രിയപ്പെട്ട പെങ്ങളെ, ചെറുപ്പക്കാരാ, സഹോദരി, ഓരോ ഫുഡിന്റെ ചാനലുകൾ കടന്നു വരുമ്പോ അതിലെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് അത് മുഴുവനും കണ്ടു തീർത്തുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് ജീവിതത്തെ കൊണ്ടു നടക്കുന്നതായ ചെറുപ്പക്കാരില്ലേ, സഹോദരിമാരില്ലേ? ശവായ എന്ന പദത്തെ പരിചയപ്പെട്ടവരില്ലേ? ലോകത്താദ്യമായി പദം പറഞ്ഞത് അല്ലാഹുവിന്റെ ഖുർആനാണ്, ഖുർആനാണ്. നസാഅതൽ ലിശവാ. നരകത്തെ പറഞ്ഞ സ്ഥലത്താണ് അല്ലാഹു ശവാ എന്ന പദം പറഞ്ഞിട്ടുള്ളത്. മനുഷ്യന്റെ തലച്ചോറ് ചുട്ടെടുക്കുകയാണ്, അവന്റെ മൂർധാവ് കരിച്ചെടുക്കുകയാണ്. അവന്റെ തലച്ചോറ് അല്ലാഹു ചുട്ടെടുക്കുന്നതായ നരകമാണ് ലള എന്ന നരകമെന്ന് വിശുദ്ധമായ ഖുർആൻ. തദൂ മൻ അദ്ബറ വതവല്ലാ. പിറകോട്ടോടി മാറി നരകത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന കരുതിക്കൊണ്ട് വഴുതി മാറി സഞ്ചരിക്കുന്നവരെ, അബദ്ധ സഞ്ചാരത്തിലൂടെ പോയ മനുഷ്യ, പെങ്ങളെ, സഹോദര, സഹോദരി, നിന്നെ ഇതാ പരിപൂർണമായി നരകമിതാ വിഴുങ്ങുകയാണ്, വിഴുങ്ങുകയാണ്. ഭർത്താവിനെ കളവാക്കിക്കൊണ്ട് നടന്നവളല്ലേ? സിനിമ കണ്ടുകൊണ്ട് നടന്നവളല്ലേ? ഹറാമായ തലത്തിലേക്ക് ശരീരത്തെ കൊണ്ടുപോയവളല്ലേ? ജീവിതത്തെ ദിക്റിലില്ലാതെ, ഖുർആനില്ലാതെ, പരിശുദ്ധമായ ദീനിന്റെ ചിട്ടവട്ടങ്ങളില്ലാതെ ജീവിതത്തെ ഹറാമായ തലത്തിലേക്ക് ബന്ധപ്പെടുത്തിയവളല്ലേ? ഓരോ കല്യാണങ്ങൾ കടന്നു വരുമ്പോ ഓരോ പുതുവസ്ത്രം വേണമെന്ന് പറഞ്ഞ് വീട്ടിൽ ഒച്ചപ്പാടുണ്ടാക്കി അതിനുവേണ്ടി ബഹളം വെച്ചുകൊണ്ട് അടിച്ചു പൊടിച്ച് രസിച്ച് രമിച്ച് കഴിഞ്ഞവളല്ലേ? ആസ്വാദനത്തിന്റെ തീരം തീർത്ത പെങ്ങളല്ലേ? നസാഅതൽ ലിശവാ. നിന്റെ മൂർധാവിലേക്ക് നരകമിതാ പിടിക്കുകയാണ്, പിടിക്കുകയാ. നിന്റെ തല ഇതാ ചുട്ടെടുക്കുകയാണെന്ന് വിശുദ്ധമായ ഖുർആൻ. വജമഅ ഫഔആ. അള്ളാന്റെ ദീനിന് വേണ്ടി, അള്ളാന്റെ പള്ളിക്ക് വേണ്ടി, അള്ളാന്റെ മദ്രസയ്ക്ക് വേണ്ടി, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ കലാലയങ്ങൾക്ക് വേണ്ടി സമ്പത്ത് കൊടുക്കാതെ, പാവങ്ങളുടെ കണ്ണീരപ്പാതെ, നിരാലന്മാർക്ക് അവലംബമാകാതെ സമ്പത്ത് ഒരുമിച്ച് കൂട്ടിയിട്ട് അത് പരിപൂർണമായി സൂക്ഷിച്ചു വെച്ചുകൊണ്ട് ജീവിച്ചവരില്ലേ? അവരെയും പിടികൂടുന്ന നരകമാണ് ലള എന്ന നരകമെന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. സമ്പത്ത് ഒരുമിച്ച് കൂട്ടുകയും അത് തനിക്ക് മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് സൂക്ഷിച്ചു വെക്കുകയും ചെയ്ത ആളുകൾ, അവർക്കും അപകടമാണ്.
ദീനിന് വേണ്ടി കൊടുക്കുന്നില്ല. എല്ലാം തന്റെ കാര്യത്തിലേക്ക് വേണ്ടി, തനിക്ക് വേണ്ടി, തന്റെ മക്കൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് മാത്രം സമ്പാദിക്കുന്ന ആളുകൾ വലിയ അപകടമാണ്. ദുനിയാവിന്റെ ആളുകളാണവർ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അവർക്കും ലളാ എന്ന നരകം, ജഹന്നമ് നരകത്തിന്റെ ഒരു പേരാണ്, ജഹീം മറ്റൊരു പേരാണ് നരകത്തിന്റെ. ലളാ നരകത്തിന്റെ ഒരു പേരാണ്, ഹുത്തമ മറ്റൊരു നരകമാണ്, ഹാവിയ മറ്റൊരു നരകമാണ്. ഇതിപ്പോ നമ്മള് പറഞ്ഞതാ ലളാ. ഈ നരകത്തിന്റെ പ്രത്യേകത എന്താ? നേരെ മൂർധാവിലെ പിടിക്കുക, എന്റെ തീ വന്നിട്ട് നേരെ തലയ്ക്ക് പിടിച്ചിട്ടാണ് തല ചുട്ടെടുക്കും. ശവായ എന്നും പറഞ്ഞിട്ട് സാധനം, ശവായ 2 കഷ്ണം എടുക്കുമെന്ന് പറഞ്ഞ് വഹിക്കുന്നില്ല, ഒരു ക്വാർട്ടർ അടിച്ചു വരുന്നില്ല, ആളെ തലച്ചോറ് ചുട്ട് തരും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഈ പദം എവിടുന്ന വന്നത്? നരകത്തിനെ പരിചയപ്പെടുത്തിയ സ്ഥലത്തു നിന്നാണ് ഈ പദം വന്നത്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. തലച്ചോറ് ചുട്ടെടുക്കും, സ്പെഷ്യലാ, മനുഷ്യന്റെ തലച്ചോറാന്നുള്ളൂ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതെവിടെ ഉണ്ടാകുക? ലളാ എന്ന നരകത്തിലാണ് ഉണ്ടാവുക. അതാർക്കാണ്? ഈ ദുനിയാവിൽ അടിച്ചു പൊളിച്ച് രസിച്ച് രമിച്ച് നടന്നവൻ, സമ്പത്ത് കൊണ്ട് ദൂർത്തടിച്ച് ദീനിന്റെ കാര്യങ്ങളെ ശ്രദ്ധിക്കാതെ നടന്ന് സ്വന്തം കാര്യം നോക്കിക്കൊണ്ട് നടന്ന ആളുകൾ, അവർക്ക് നാളെ ലളാ എന്ന നരകമായിരിക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, നമുക്ക് കുറഞ്ഞ കാലഘട്ട ജീവിതമേ ഉള്ളൂ. 60-70 വയസ്സുള്ള കാലഘട്ടം. ഉള്ള കാലഘട്ടത്തിൽ നല്ല നിസ്കാരം, നല്ല ചിട്ട, നല്ല ദീനിയായ അമലുകളുമായി ബന്ധപ്പെട്ട് മുന്നേറി അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്കൊരു സ്ഥിര വരുമാനം ഇല്ല. അതിനുവേണ്ടി അൽഹംദുലില്ലാ നമ്മളൊരു 6 ക്വാർട്ടേഴ്സ് പണിയാൻ തുടങ്ങിയിട്ട് കുറേ ആയി. ഇതുവരെ അത് പൂർത്തീകരിച്ചിട്ടില്ല. ഇനിയൊരു 10-20 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അതിന്റെ പൂർത്തീകരണം നടക്കുള്ളൂ. അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് ഇൻഷാ അല്ലാഹ് എത്തിയിരിക്കാൻ. ടൈലിടൽ വർക്കൽ ഇൻഷാ അല്ലാഹ് നമുക്ക് എത്രയും വേഗം തുടങ്ങണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. 8000 സ്ക്വയർ ഫീറ്റ് അല്ലേ? 8000 സ്ക്വയർ ഫീറ്റോളം ഇനി നമുക്ക് ടൈൽ വർക്ക് ഉണ്ട്. 1 സ്ക്വയർ ഫീറ്റിന് 50 രൂപ എന്ന് കണക്കാക്കിയാൽ തന്നെ ഒരു 200 സ്ക്വയർ ഫീറ്റ് വീതം കൊടുക്കാൻ പറ്റുന്ന ആളുകൾ ഈ സദസ്സിലുണ്ട്. 10000 രൂപ വെച്ച്. ഞാനൊരു 30,000 50,000 ഒന്നും ചോദിക്കുന്നില്ല. 10,000 വെച്ച് ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ പറയാൻ പറ്റുന്ന മോമിനീങ്ങൾ, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി തന്റെ സമ്പാദ്യത്തിൽ നിന്ന് ഒരുമിച്ച് കൂട്ടി വെച്ച സമ്പാദ്യം നാളെ പരലോകത്ത് നമുക്ക് വിനയാകാതിരിക്കാൻ, നമുക്കതിലൂടെ ഒരു നാശനഷ്ടം ഉണ്ടാവാതിരിക്കാൻ ദീനിന് വേണ്ടി നല്ല നീയത്ത് വെച്ച് ഇൻഷാ അല്ലാഹ് സ്വർഗം കരഗതമാക്കാൻ നീയത്ത് ചെയ്ത് കൊണ്ടാരാ നൽകുക? അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരാളെന്ന് തുടങ്ങി വെച്ചൊരു 10,000 രൂപ 200 സ്ക്വയർ ഫീറ്റ് ഉസ്താദ് ഞാൻ കൊടുക്കാമെന്ന് പറയുന്ന ഏതൊരു സഹോദരനുണ്ട്, സഹോദരി ആരുണ്ട്, അള്ളാഹു സ്വീകരിക്കട്ടെ. വാളണ്ടിയേഴ്സ് ഒന്ന് ഇറങ്ങി നിന്ന് ഇൻഷാ അല്ലാഹ് ഈ സദസ്സിലുണ്ട്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ഒരാൾ ആദ്യം ഒന്ന് തുടങ്ങിയാൽ മതി. അയാളാണ് ഈമാന്റെ കാതിലുള്ള ആള്. അയാളൊന്ന് തുടങ്ങിയിട്ടാൽ ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളവർ തുടങ്ങും. ആരാണ് ഇൻഷാ അല്ലാഹ് ഭാഗ്യവാൻ? അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ഒരു സലാത്തിലേക്ക് ഇൻഷാ അല്ലാഹ്. ജൂദു മൻ ജാദൽ വജൂദ വജൂദുഹു ജാദൽ ജവാ ജംഅൻ വഫർഖൻ ബഅദ ജംഇൽ ജംഇ ലിരിജാലി ജാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു. ഉറക്കച്ചൽ അള്ളാഹു ഏതൊരു സഹോദരനാണോ ഈ സദസ്സിൽ ആദ്യമായി കൈയുറത്തുന്ന ആ സഹോദരനെ നീ സ്വീകരിക്കണേ അല്ലാ. ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന സദഖയായി സദഖയെ സ്വീകരിക്കണേ അല്ലാ. നാളെ മഹ്ശറയിൽ സർവരും ഇറങ്ങലിക്കുന്ന കോടതിയിൽ അള്ളാഹുവിന്റെ ദർബാറിൽ മലക്കുകൾ ആനയിച്ചു കൊണ്ടുപോയി സ്വർഗത്തിലേക്ക് കടത്തുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി കൊടുക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് അപകട മരണങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് ദുരന്തങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാവൽ കൊടുക്കണേ അല്ലാ. മനസ്സിലുള്ള സർവ്വ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. പരലോകത്തേക്ക് ഗുണകാംക്ഷയുള്ള സദഖയായി സദഖയെ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആരാ ഇൻഷാ അല്ലാഹ് പറയാം? മാഷാ അല്ലാഹ്. പേരൊന്നും എഴുതിക്കോ. അലണ്ടീഴ്സില്ലേ പേര്? കണ്ടില്ലേ? അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. സ്ത്രീകളുടെ ഭാഗത്ത് വേഗം നോക്കിക്കോളി. പെടിക്കൂരും മാണിക്കൂരും ഒക്കെ പിന്നെ ചെയ്യും. ആദ്യം പള്ളിക്ക് കൊടുക്കുക. അല്ലാഹു സ്വീകരിക്കട്ടെ. വേഗം കൊടുക്കും. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കട്ടെ ഇൻഷാ അല്ലാഹ്.
എന്താ പേര് കിട്ടിയില്ലേ? ഷമീർ. അള്ളാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാ. ഒരാളൊന്ന് തുടങ്ങിയ ഇൻഷാ അല്ലാഹ് റാഹത്തോ അള്ളാഹു കബൂലാക്കട്ടെ. അൽഹംദുലില്ലാ. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ. ഷമീർ എന്ന സഹോദരന്റെ ജീവിതത്തിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാ. ആദ്യമായി സദസ്സിലേക്ക് പറഞ്ഞതാകുന്ന 10,000 രൂപ നീ സ്വീകരിക്കണേ അല്ലാ. ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന സദഖയായി സദഖയെ കബൂലാക്കണേ അല്ലാ. ഏതെല്ലാം നിയ്യത്തുകൾ മനസ്സിലുണ്ടോ നീ സാധൂകരിച്ചു കൊടുക്കണേ റബ്ബേ. ആ ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാ. റാഹത്തായ ജീവിതം സാധ്യമാക്കണേ അല്ലാ. പരലോകത്തേക്കുള്ള ജീവിതം സന്തോഷകരമാക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ കുടുംബജീവിതം ബറക്കത്തുള്ളതാക്കണേ അല്ലാ. ഐശ്വര്യ സമ്പൂർണമാക്കണേ അല്ലാ. മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. ഏതെല്ലാം നിയ്യത്ത് മനസ്സിലുണ്ടോ ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് പരിപൂർണമായി സാധൂകരിച്ചു കൊടുക്കണേ അല്ലാ. രോഗങ്ങൾ ശമനം കൊടുക്കണേ അല്ലാ. ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ചിന്താശക്തിയും നീ നിലനിർത്തി കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാ. ആരാ അടുത്തത്? ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ. സൈനബ എന്ന സഹോദരി 5000 രൂപ അള്ളാഹു കബൂലാക്കട്ടെ. മറ്റൊരു സഹോദരി, പേര് പറയാത്തൊരു സഹോദരി 5000 അള്ളാഹു സ്വീകരിക്കട്ടെ. സ്ത്രീകളുടെ ഭാഗത്തൊന്ന് വേഗം വാളണ്ടിയേഴ്സായിട്ട് അവിടെ ആളുണ്ട്, ഒന്ന് വേഗം എഴുതിക്കോളിൻ. അള്ളാഹു സ്വീകരിക്കട്ടെ. നല്ല നിയ്യത്ത് വെച്ച് കൊടുക്കൽ. അള്ളാഹു കബൂലാക്കട്ടെ. പള്ളിക്കലെന്നാണോ? നമ്മുടെ ഈ പള്ളിയുടെ പരിസരത്തുള്ളതാകുന്ന ടീം പള്ളിക്ക് ഒരു 10,000 രൂപ. അൽഹംദുലില്ലാ. അള്ളാഹു സ്വീകരിക്കട്ടെ. ചെറുപ്പക്കാരായിരിക്കും, അള്ളാഹു കബൂലാക്കട്ടെ. അൽഹംദുലില്ലാ. അങ്ങനെ വരട്ടെ, ഇനി ഉണ്ടാവൂല. വേഗം അൽഹംദുലില്ലാ. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ. ഖല്ലി ഖല്ലി ഖുല്ലത്തൽ ഖിദ്ലാനി ഖൗഫൽ ഖാതിമാ ഖലിൽ ഖലീലൻ ഖാമിലൽ വസ്ഫി മിനൽ ഖൽഖാലി ഖാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു. ഖല്ലി നീ ഒഴിവാക്കണം. ഖല്ലി എന്റെ സഹോദര, ഖുല്ലത്തൽ ഖിദ്ലാനി നിന്യന്മാരുമായുള്ള സവാസത്തെ നീ ഒഴിവാക്കണേ. എന്നിട്ടോ ഖാലിൽ ഖലീലൻ ഖാമിലൽ വസ്ഫി മിനൽ ഖൽഖാലി ഖാൽ. എല്ലാ അശ്ലീലത ചുവയുള്ളതാകുന്ന എല്ലാ മോശപ്പെട്ട സ്വഭാവ വൈകല്യങ്ങളിൽ നിന്നും ഒഴിവായിട്ടുള്ള നല്ല നല്ല ചെറുപ്പക്കാരുമായി നീ ബന്ധം സ്ഥാപിക്കണേ. അത്തരത്തിലുള്ള കൂട്ടുകാരുമായിട്ട് ബന്ധം വെക്കണേ. ഉലമാക്കൾ രോഗരെ ഓർമ്മപ്പെടുത്തുകയാണ്. 10,000 എന്നതാകുന്ന ആ ടീമിന്റെ പ്രവർത്തകർ, അവർക്ക് നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. ദീനിന്റെ കാവൽ ഭടന്മാരാക്കണേ അല്ലാ. എല്ലാ അശ്ലീല ചുവയിൽ നിന്ന് പരിപൂർണമായി മാറി സഞ്ചരിച്ച് അബദ്ധ സഞ്ചാരത്തിൽ നിന്ന് ഒഴിവായി ഇസ്ലാമിന്റെ ആദർശങ്ങളെ പരിപൂർണമായി മുറുകെ പിടിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ അവരെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. പേര് പറയാതെയും അല്ലാതെയും സംഭാവന പറഞ്ഞിട്ടുള്ള 5000 ഒക്കെ പറഞ്ഞിട്ടുള്ള മുഅ്മിനാത്തുകളുണ്ട്, നീ സ്വീകരിക്കണേ അല്ലാ. മുറാദുകൾ ഹാസിലാക്കണേ റബ്ബേ. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് കാവൽ നൽകണേ അല്ലാ. അവരുടെ മനസ്സിലുള്ള സർവ്വ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ. മരണപ്പെട്ടുപോയ ഭർത്താവ്, മാതാപിതാക്കൾ എന്നിവർക്ക് വേണ്ടി ദുആ ചെയ്യാനും ആഖിബത്ത് നന്നാകാൻ ഒരു സഹോദരി, രണ്ട് കമ്മലും അൽഹംദുലില്ലാ അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരു ജോഡി കമ്മൽ എന്ന് പറയാം, അല്ലാഹു കബൂലാക്കട്ടെ. ഇന്നിപ്പോ സ്വർണത്തിന് എത്ര വില? എത്ര? 1,00,000 ആയോടെ? 99, 250. ഉസ്താദ് എല്ലാ ദിവസവും രാവിലെ പത്രം എടുത്ത് ആദ്യം അതാ നോക്കുന്നത്, പെണ്ണുങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കണമെന്നുള്ളത്. കറക്റ്റ് പറഞ്ഞുണ്ടോ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ പറയും. 99, 250. ആലോചിച്ച് നോക്കിയോ, 1,00,000 ആകാനിയാണ്ട് 700, 800 മതി. അപ്പൊ നമുക്കാറ് നാളെ നേരം വെളുക്കുമ്പോ ആവും.
എന്തായാലും ആവും, അത് ഉറപ്പാണ്. ഈ സദസ്സിൽ കല്യാണം കഴിഞ്ഞ ആളുകളുണ്ടാവും. ഒരു 10-25 വർഷം 20 കൊല്ലമൊക്കെ മുമ്പ്. എത്രയായത് അന്ന് പോവാൻ അല്ലേ? 10-20 കൊല്ലം മുമ്പ് 6000-5000 ഒക്കെ കടന്ന സംഭവമാണ് ഇപ്പൊ ഈ കയറിപ്പോയേക്കുന്നത്. ആലോചിച്ചു. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് സ്വർണം കൊടുക്കുക എന്ന് പറയുന്നതിന് വലിയ ഈമാനാണ്. അള്ളാഹു ബർക്കത്തിയിട്ട് അതിനെപ്പോ ഇത് പറഞ്ഞത്. കാരണം ഇപ്പൊ ഒരു പവനുണ്ടെങ്കിൽ റാഹത്തായി പോയി ഒരു ഉംറ ചെയ്യാം, 10 കിലോ ഈത്തപ്പഴം വന്ന് നാട്ടുകാർക്കും കൊടുക്കാം. ഒരു 4 പവൻ 5 പവനൊക്കെ വിറ്റാൽ സുഖമായിട്ട് പോയി പ്രൈവറ്റിൽ തന്നെ പോയിട്ട് എന്ത് ചെയ്യുക, ഹജ്ജ് ചെയ്തിട്ട് വരാം. പ്രൈവറ്റായിട്ട് പോയി 3-4 പവനോ വിറ്റാൽ തന്നെ ഗവൺമെന്റിൽ പോയി ഹജ്ജ് ചെയ്തിട്ട് വരാം. ഏറ്റവും ഹജ്ജ് ചെയ്യാൻ പറ്റിയ സമയം, ഉംറ ചെയ്യാൻ പറ്റിയ സമയം ഇതാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. സ്വർണ്ണമുള്ള ആളുകൾ, പഴയ സ്വർണ്ണമൊക്കെ ഇരിക്കല്ലേ, പോയി ആ നിർബന്ധമായ കാര്യം നിർവഹിച്ചോ. പക്ഷെ അള്ളാഹ് നമ്മുടെ പെണ്ണുങ്ങൾ വിൽക്കുവോ? സ്ഥലം കുറച്ച് കിടപ്പുണ്ട് ഉസ്താദ്, അത് വിറ്റിട്ട് ഹജ്ജിന് വന്നതാരൊക്കെ സ്ഥലം വിറ്റിട്ട്. സ്വർണം വിറ്റിട്ടുള്ള പരിപാടിയിൽ സ്വർണം പഴയതാണെങ്കിൽ പോലും മൂല്യം കൂടിയാലും വിൽക്കൂല. കാരണം നമുക്ക് ദീനല്ല വലുത്. കുറച്ച് സ്ഥലം എങ്ങനെയെങ്കിലും ആ പേരിൽ എങ്ങനെയെങ്കിലും പറഞ്ഞത് ദ്വാരെന്ന് വിറ്റിട്ട് അതും അതിന്റെ തലയിലോട്ട് വെച്ചു കൊടുത്തേക്ക്. ഹജ്ജ് ഉംറയൊക്കെ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ് ഇപ്പോൾ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കൊണ്ട് ചിന്തിച്ചോ. ചില ആളുകൾക്ക് ഉണ്ട് ഹജ്ജ് നിർബന്ധമാകുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഉംറയും കൂടി നിർബന്ധമാവുള്ളൂ, അങ്ങനെ കരുതുന്നവരുണ്ട്. അത് തെറ്റാണ്. ഉംറയ്ക്ക് സാമ്പത്തികം എത്തിച്ചാൽ ഉംറ അവരുടെ മേൽ വാജിബായി. ഹജ്ജ് സാമ്പത്തികം എത്തിച്ചാൽ ഹജ്ജ് ഉംറയും അതിനോടൊപ്പം ചെയ്യാം. ഹജ്ജ് അവരുടെ മേൽ വാജിബായി. അങ്ങനെയാണ് മസല. രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യുക, അതിനുവരെ ഇങ്ങനെ ബന്ധിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ മത്സരിച്ചു പോകരുത്. ഉംറയ്ക്കുള്ളതാകുന്ന സാമ്പത്തിക ശേഷി എത്തിച്ചാൽ അതാണാവട്ടെ പെണ്ണാവട്ടെ അവർക്ക് ഉംറ ചെയ്യൽ നിർബന്ധമായി, വാജിബായി കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. അല്ലാഹു ആ സഹോദരിയുടെ സദഖ സ്വീകരിക്കട്ടെ. ഒരാമീൻ പറയിൻ, ഉറക്കാമീൻ പറയിൻ. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ. ഒരു സ്വലാത്ത് ചൊല്ലിനു സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ ആ സഹോദരിയുടെ സദഖ നീ സ്വീകരിക്കണേ അല്ലാ. കാതിൽ കടന്നതാകുന്ന അലിക്കത്തൂരി കമ്മലൂരി സദസ്സിലേക്ക് നൽകിയതാകുന്ന സഹോദരിയുടെ സംഭാവന നീ സ്വീകരിക്കണേ അല്ലാ. അവരുടെ മാതാപിതാക്കളുടെ ദറജ ഉയർത്തണേ റബ്ബേ. ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വഹാബാ സ്വഹാബാ ഫവല്ലാഹി, ഈ ലോകത്തിന് തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഇന്ന ലിൽ ഖബരി ലളഗതതാ, തീർച്ചയായും ഖബറിന് ഒരു ഇടുക്കമുണ്ട് സാബ, ഖബറിന് ഒരു ഞെരുക്കമുണ്ട് സാബ, ഖബറിൽ ഒരു ഇടുക്കമുണ്ട് സാബ. ആ ഇടുക്കത്തിൽ ഒരാളും രക്ഷപ്പെട്ടിട്ടില്ല സാബ. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകരോട് ഓർമ്മപ്പെടുത്തുകയാണ്, സ്വഹാബത്തിനെ ഓർമ്മപ്പെടുത്തുകയാണ്. പഠിച്ചു വെക്കേണ്ട പാഠമാണ്. ആ ഖബറിന്റെ ഇടുക്കത്തെ തൊട്ട് ഞെരുക്കത്തെ തൊട്ട് അല്ലാഹുവേ നീ കാവൽ കൊടുക്കണേ അല്ലാ. മരണപ്പെട്ടവരുടെ മാതാപിതാക്കളുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. ഖബറിലെ എല്ലാ ചോദ്യങ്ങൾക്കും പരിപൂർണമായി ഉത്തരം പറഞ്ഞ മോമിനീങ്ങളിലേക്ക് മോമിനാത്തുകളിലേക്ക് അവരുടെ മാതാപിതാക്കളെ നീ ചേർക്കണേ റബ്ബേ. അതിലൂടെ സ്വർഗത്തിന്റെ കവാടം ഖബറിലേക്ക് ഈ നിമിഷം തന്നെ തുറക്കണേ അല്ലാ. മരണപ്പെട്ടു പോയ മാതാപിതാക്കളെ ഓർത്തുകൊണ്ട് കുടുംബാദികളെ സ്മരിച്ചുകൊണ്ട് ഈ സദസ്സിൽ വെച്ചുകൊണ്ട് അവർ നൽകിയതാകുന്ന സംഭാവന പരിപൂർണമായി സ്വീകരിക്കണേ അല്ലാ. സ്വർഗത്തിലേക്ക് ചേർക്കുന്ന സദഖയായി സദഖയെ കബൂലാക്കണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ. പേര് പറയാത്ത 2 സഹോദരിമാർ 5000 വീതം അല്ലാഹു സ്വീകരിക്കട്ടെ. ഇതുകൊണ്ട് വേഗം സ്ത്രീകളുടെ ഭാഗത്ത് ഒന്നുകൂടി നിങ്ങളെ എഴുതുന്ന കാത്തിബിങ്ങൾ ഇങ്ങോട്ടൊക്കെ ഫ്രണ്ടിലോട്ട് പോരെ. ഫ്രണ്ടിരിക്കുന്നവരെ കൊടുക്കുന്ന നല്ല സദഖ ചെയ്യുന്ന ടീംസുകളാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരു സഹോദരി 10000 രൂപ ഹലാലായ മുറാദുകൾ ഹാസിലാകാൻ അൽഹംദുലില്ലാഹ്
അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ. പേര് പറയാതെ തന്നെ 2 സഹോദരിമാരും മറ്റൊരു സഹോദരിയും 10,000 പറഞ്ഞതും നീ സ്വീകരിക്കണേ അല്ലാ, ഖബൂലാക്കണേ അല്ലാ. 2 സഹോദരിമാർ പറഞ്ഞിട്ടുള്ള 5000 വീതമുള്ള സദഖകളെയും നീ ഖബൂലാക്കണേ അല്ലാ. അവരുടെ പേരും അഡ്രസ്സും നിനക്കറിയാമല്ലോ റബ്ബേ. അവരുടെ വിഷമങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളും നീ തീർപ്പാക്കി കൊടുക്കണേ അല്ലാ. നീയാണ് സമ്പത്ത് നൽകുന്നവൻ, നീയാണ് എടുക്കാൻ കഴിവുള്ളവൻ. ഇന്നലകളിൽ പാവപ്പെട്ടവനെ ഇന്ന് പണക്കാരനാക്കാൻ, ധനികനാക്കാൻ കെൽപ്പുള്ളവന് രാജാതിരാജൻ നീയാണ് അല്ലാ. മാലിക്കൽ മുൽക്കി തൂതിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ. അധികാരിയാകുന്ന അല്ലാഹുവേ, ഇന്നലകളിൽ പാവപ്പെട്ടവനെ ഇന്ന് കൈകളിലേക്ക് സമ്പത്ത് കൊടുത്തുകൊണ്ടവന് രക്ഷപ്പെടുത്താൻ കെൽപ്പുള്ളവൻ നീയാണ് അല്ലാ. ഇന്നത്തെ പണക്കാരൻ നാളത്തെ പാവപ്പെട്ടവനാക്കാൻ കെൽപ്പുള്ളവനും കഴിവുള്ളവനും എബിലിറ്റി ഉള്ളവനും നീയാണ് റബ്ബേ. അല്ലാഹുവേ, ആ സമ്പത്ത് നൽകിയ സാധുക്കളെ നീ ഉയർച്ചയിലേക്ക് എത്തിക്കണേ അല്ലാ. ഒരു നിലയ്ക്കുമുള്ള സാമ്പത്തികമാകുന്ന പ്രയാസങ്ങളോ പരിമിതികളോ ബുദ്ധിമുട്ടുകളോ അവർക്കോ കുടുംബത്തിനോ തലമുറകൾക്കോ നീ നൽകി പരീക്ഷിക്കല്ല അല്ലാ. മറ്റൊരാളെ മുന്നിൽ പോയി കൈനീട്ടി യാചിക്കേണ്ട ഗതികേട് നീ നൽകല്ല അല്ലാ. അറുത്തുമുറിക്കുന്ന രോഗങ്ങൾ നൽകി നീ പരീക്ഷിക്കല്ല നാഥാ. അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരു സഹോദരി 5000 രൂപ ഉമ്മയുടെ ഓർമ്മശക്തി വർദ്ധിക്കാൻ വേണ്ടി, മകന്റെ രോഗങ്ങൾ ശിഫയാകാൻ വേണ്ടി. മാഷാ അല്ലാഹ്, നല്ല നിയ്യത്താണ്. അല്ലാഹു ഉമ്മാക്ക് ആഫിയത്ത് കൊടുക്കട്ടെ, ഓർമ്മശക്തി നൽകി അനുഗ്രഹിക്കട്ടെ. മകന്റെ എല്ലാ രോഗങ്ങളും അല്ലാഹു ശിഫ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. മാതാപിതാക്കൾ ഓർക്കല്ലേ, അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ. ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ. ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ. പാലും കൊടുത്ത് വളർത്തലും അവളാണ്. ഇവ 3 കാര്യം ബാപ്പയിൽ ഒഴിവാണ്. ഞാൻ ഏറ്റവും കൂടുതൽ കടമയും കടപ്പാടും ആരോട് വെച്ച് പുലർത്തണം ഹബീബേ? നബിതങ്ങൾ 3 വട്ടം പറഞ്ഞു, ഉമ്മുക്ക ഉമ്മുക്ക, നിന്റെ ഉമ്മയോട് ഉമ്മയോട് ഉമ്മയോട്. 4മതായി പറയുന്നു, ഉമ്മ കഴിഞ്ഞാൽ വാപ്പയോട്. ഇന്നത്തെ തലമുറ പഠിക്കേണ്ട വചനമാണ്. റസൂലുള്ളാഹി പറയുകയാണ്, ലോകത്തെ ഏറ്റവും കൂടുതൽ മക്കൾ വല്ലാതെ മാതാപിതാക്കളെ വെറുക്കുന്ന കാലഘട്ടം അവസാന കാലഘട്ടമാണ്. മാതാപിതാക്കളെ അകറ്റുന്ന മക്കളാണ്. കൂട്ടുകാരെ ചേർത്ത് നിർത്തുകയാണ്. പന്ത് കളിക്കുമ്പോൾ ടർഫിലേക്ക് പോകുമ്പോൾ അവനുമായിട്ടുള്ളതാകുന്ന കൂട്ടുകെട്ടാണ്. കൂട്ടുകാരികളെ വല്ലാതെ അടുപ്പിക്കുകയാണ്. മാതാപിതാക്കളെക്കാൾ വിശ്വാസമുള്ളവരായി ഇന്നത്തെ തലമുറയ്ക്ക് കൂട്ടുകാരല്ലേ, ചങ്ക് ബ്രോ എന്ന ഓമന പേരിൽ വിളിക്കുന്നവരല്ലേ. റസൂലുള്ളാഹി 1400 വർഷം മുമ്പ് മദീനയിലെ മിമ്പറിനെ ചാരി നിന്നുകൊണ്ട് പറയുകയാണ്, മാതാപിതാക്കളെ അകറ്റുന്ന കാലഘട്ടം കടന്നു വരും. മാതാപിതാക്കളെ ഒഴിവാക്കുന്ന കാലഘട്ടം, കൂട്ടുകാരെ മക്കളെ ചേർത്ത് നിർത്തുന്ന കാലഘട്ടം കടന്നു വരുമേ. എന്നാൽ മക്കളെ, ഈ മാതാവിന്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗമെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. നീ ഏറ്റവും കൂടുതൽ കടമയും കടപ്പാടും വെച്ച് പുലർത്തേണ്ടത് നിന്റെ ഉമ്മയോടാണ്. 3 വട്ടം ഉമ്മയെ പറഞ്ഞത് എന്തിനാണ്? ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ,
പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ. നിനക്ക് വേണ്ടി 9 മാസവും 10 ദിവസവും ഗർഭം ചുമന്നുകൊണ്ട് നടന്ന് വളരെയേറെ പ്രയാസം സഹിച്ചുകൊണ്ട് നടന്നത് പ്രിയപ്പെട്ട ഉമ്മയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി ഒന്നാമതായി ഉമ്മയോടുള്ള കടപ്പാട് പറഞ്ഞത്. 2 വർഷത്തോളം നിന്നെ കൊണ്ടു നടന്നത് പ്രിയപ്പെട്ട ഉമ്മയാണ്. നിന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ് നിനക്ക് മുലപ്പാൽ നൽകിയത്. അതുകൊണ്ടാണ് നിന്നോട് ഏറ്റവും കടപ്പാട്, നിനക്ക് ഏറ്റവും കടപ്പാട് ഉമ്മയെന്ന് പറഞ്ഞത്. നൊന്ത് പ്രസവിച്ചത് മാതാവാണ്. അതുകൊണ്ട് തന്നെ മാതാവിനെ തഴയല്ലേ, തൊഴിക്കല്ലേ, ശകാരിക്കല്ലേ, ചീത്ത വിളിക്കല്ലേ, അവരെ ആട്ടി ഓടിക്കല്ലേ. അവരെ ജീവിതത്തിന്റെ വിളക്കാണ്, നിന്റെ വിജയത്തിന്റെ നിദാനമാണ്, നിനക്ക് പരലോകവും ദുനിയാവും രക്ഷപ്പെടാൻ ഹേതുവാണ്. ഞാനൊന്ന് കൂടെ വരട്ടെയോ റസൂലേ? ബദർ രണാങ്കണത്തിലേക്ക് ഇറങ്ങുന്ന സ്വഹാബികൾ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോൾ നബി തങ്ങൾ പറയുകയാണ്, നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പില്ലയോ? അഹയ്യുൻ വാലിദതുക. 313 പേരുമായി അങ്കുലി പരിമിതമായ ആളുകളാണ്. ആളെ വേണം, ആവശ്യമുള്ള ഘട്ടമാണ്. കാരണം ശത്രുക്കൾ ആയിരങ്ങളാണ്. പക്ഷേ കൂടെ കൂട്ടുന്നില്ല നബി തങ്ങൾ. ഉമ്മ ജീവിച്ചിരിപ്പില്ലേ? അതേ എന്ന് മറുപടി കൊടുത്തുമ്പോൾ നബി തങ്ങൾ പറയുന്നു, ഫഫീഹാ ജാഹിദ്. നിന്റെ ഉമ്മയിൽ തന്നെ ജിഹാദ് നടത്തണേ. അവരെ വേണ്ട രീതിയിൽ നോക്കിക്കൊണ്ട് സ്വർഗം കരഗതമാക്കണേ. ഹബീബ് മുഹമ്മദ് മുസ്തഫ